ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വിഷു ആഘോഷിക്കുകയാണ് അല്ലെ. വിഷു ഫലം നോക്കിയേക്കാം അല്ലെ. നാളെ മേടം 1 വിഷു, അതായത് മേടം 1-ാം തീയതി ആരംഭിക്കുകയാണ്, വിഷുവാണ്. അപ്പം വിഷു മേടം 1 തൊട്ട് ഒരു വർഷത്തെ വിഷുഫലം, അതാണ് ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് വിഷു തൊട്ട് അടുത്ത ഒരു വർഷത്തേക്ക് എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണേ, എന്തൊക്കെ സന്തോഷങ്ങളാണ്, എന്തൊക്കെ അത്ഭുതങ്ങളാണ്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നമുക്ക് യൂണിവേഴ്സ് തരാൻ പോണേ, അപ്പൊ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ നമുക്ക് തരാൻ പോണേ എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പോ വിഷു, ഒരു വർഷത്തെ വിഷുഫലമാണെന്ന് കേട്ടോ ഞാൻ നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവര് മാത്രം എടുക്കുക, അല്ലാത്തവര് വിട്ടേക്കുക കേട്ടോ. എന്തായാലും നിങ്ങളുടെ വിഷുഫലത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. ഈ ഒരു വർഷം ഫലം ഉണ്ടാകാതിരിക്കില്ല, ഒരു വർഷം എന്തെങ്കിലുമൊക്കെ ഇതിന് കിട്ടും. ടൈംലെസ് ആണ് കേട്ടോ, ജെൻഡർലെസ് ആണ്. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ടാരോട്ട് റീഡിങ് താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ടാരോട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം കേട്ടോ. അപ്പോ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പൊ നമുക്ക് അടുത്ത ഒരു വർഷത്തെ വിഷുഫലം, ശ്രീകൃഷ്ണ ഭഗവാൻ നിങ്ങൾക്ക് തരുന്ന അനുഗ്രഹങ്ങൾ അടുത്ത ഒരു വർഷം നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം കേട്ടോ. എയ്റ്റ് കപ്പ്, 2 കപ്പ്, എംപ്രസ്, സ്ട്രെങ്ത്, 9 പെന്റക്കിൾസ്, 9 കപ്പ്, ഹൈ പ്രീസ്റ്റസ്, 4 pentacles, the sun. വളരെ നല്ല ഫലങ്ങളാണ് അടുത്ത ഒരു വർഷം കേട്ടോ. നമുക്ക് ഏഞ്ചലിന്റെ മെസ്സേജും കൂടെ നോക്കാം. എംപ്രസ് വന്നിട്ടുണ്ട്, സൺ വന്നിട്ടുണ്ട്, 9 പെന്റക്കിൾസ്, അങ്ങനെ ഒരുപാട് നല്ല കാർഡുകളുണ്ട് കേട്ടോ. ഏഞ്ചൽ മെസ്സേജസും കൂടെ നോക്കാം. ഹൈ പ്രീസ്റ്റസ്, ഹൈ പ്രീസ്റ്റസ് 2 വന്നിട്ടുണ്ട്. ഏസ് ഓഫ് എർത്ത്, അബണ്ടൻസ്, ഓപ്പർച്യൂണിറ്റി, റിസോഴ്സസ്, ഇൻഡ്യൂഷൻ, മൂൺ വന്നിട്ടുണ്ട്. പേജ് ഓഫ് എർത്ത്, 8 ഓഫ് ഫയർ, 8 ഓഫ് ഫയർ. ഇവിടെ ഒരു വർഷം, അടുത്ത ഒരു വർഷം, നാളത്തെ വിഷു തൊട്ട് അടുത്ത ഒരു വർഷം നല്ല ഫലങ്ങളാണ് കൂടുതലും കാണുന്നത് കേട്ടോ. നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. ഇപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ മോശമായിട്ടൊരു സിറ്റുവേഷൻ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി നല്ലൊരു അവസ്ഥയിലേക്ക് വരും. ഹൈ പ്രീസ്റ്റസ് എനർജി, 2 ഹൈ പ്രീസ്റ്റസിന്റെ കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ വളരെ ഒരുപാട് ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കും പലരുടെയും എനിക്ക് തോന്നുന്നു. 8 ഓഫ് ഫയർ കാണിക്കുന്നുണ്ട്, ഏസ് ഓഫ് ഫയർ, ഒരു 8 ഓഫ് ഫയർ എന്നൊരു സിറ്റുവേഷനിലൂടെ പോകുന്നവരുണ്ട്. ഇവിടെ 8 ഓഫ് കപ്പ് ഉണ്ട്, 8 ഓഫ് ഫയർ ഉണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾക്ക്, അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ, പ്രസന്റ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അത് കിട്ടാൻ വേണ്ടി, അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു വരില്ലാത്ത കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെങ്കിൽ അതിനേക്കാൾ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ,
വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഹൈ പ്രീസ്റ്റസ് എനർജി 2 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുപാട് അഫർമേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, ചെയ്യുന്നുണ്ട്. അപ്പം എന്റെ ലൈഫ് ആ പഴയതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ എന്റെ ലൈഫിലേക്കൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ, എന്റെ ലൈഫ് സന്തോഷകരമായി പോയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരികയാണ്. അതായത് സൺ വന്നിട്ടുണ്ട്, സൺ വന്നിരിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസും സന്തോഷവും തിരിച്ചു വരും ഈ ഒരു വർഷത്തിനുള്ളിൽ. ഇത് വിഷുഫലമാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന എത്രത്തോളം ശക്തമാണോ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എത്രത്തോളം ശക്തമാണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും, നല്ല റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെങ്കിലും, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ആരുടെയൊക്കെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി കടന്നു പോയിട്ടുണ്ട്. 8 ഓഫ് കപ്പ് കാണുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് ആവാം, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക്, മറ്റൊരു വിവാഹ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാവാം. ചില വ്യക്തികളുടെ നിങ്ങളുടെ വ്യക്തി, അതായത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മരണപ്പെട്ടിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലവരുടെ ലവറ് വളരെയധികം സ്നേഹിച്ച് നിൽക്കുന്ന, നിങ്ങളെ വളരെയധികം സ്നേഹത്തോടെ, മാരേജിൽ എത്തിയിട്ടുണ്ടാവില്ല, വളരെയധികം സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മരണപ്പെട്ട് പോയിട്ടുണ്ടാവാം, നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങൾ മറ്റൊരു ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏത് രീതിയിലായാലും നഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരു ലൈഫ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, അല്ലെങ്കിൽ അത് ആഗ്രഹിച്ച് അതിനായിട്ട് കാത്തിരിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾ, ആ വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം ലൈഫിലേക്ക് വരും. സൺ വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം വരുന്നുണ്ട്, വിജയം കൊണ്ടുവരുന്നുണ്ട്. എന്താണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്നുണ്ട്. ചില വ്യക്തികളോട് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ചില വ്യക്തികൾ വളരെ സ്ട്രോങ് ആണ്, ഒത്തിരി പ്രോബ്ലംസിലൂടെ കടന്നുപോയെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണുന്നത്. മിക്കവരും വളരെ സ്ട്രോങ് ആണ്. ഇനി സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും. നിങ്ങൾ ആ പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയും ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എന്തായാലും അത് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഒരു പ്രഗ്നൻസി കാണുന്നുണ്ട്. പ്രഗ്നൻസി ഈ ഒരു വർഷത്തിൽ ആർക്കൊക്കെയോ പ്രഗ്നൻസി ഉണ്ട്. അത് കേട്ടോ, നിങ്ങളൊരു കുട്ടിയെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടി ലഭിക്കും. പ്രഗ്നൻസി ഉണ്ട്. ഒരുപാട് നാളായി കുട്ടികൾ ഉണ്ടാകാതിരുന്ന നിങ്ങൾ മെഡിസിൻ ഒക്കെ എടുക്കുന്നുണ്ടാവാം, പ്രാർത്ഥിക്കുന്നുണ്ടാവാം, അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ. പ്രഗ്നൻസി ഉണ്ട് കേട്ടോ, എംപ്രസ് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കാത്തിരിക്കുന്നു. അതായത് നിങ്ങളുടെ ജോഡി, ഒരുപാട് നാളായി നിങ്ങളുടെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തി, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ ആവാം. ട്വിൻ ഫ്ലെയിം സൺ കാർഡ് വന്നിട്ടുണ്ട്, 2 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങളുമായിട്ട് ചേരേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ദൈവമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന, യൂണിവേഴ്സ് കണക്റ്റഡ് ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഒരു വ്യക്തി, ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരാനും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനും തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വർഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആ വ്യക്തിയുമായിട്ടൊരു കൂടിച്ചേരലുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും കൂടിച്ചേരലുണ്ട്. മാരേജിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു വർഷം നിങ്ങൾ തമ്മിൽ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ടാവാം ഒരുപക്ഷെ ഒരു കൂടിച്ചേരലിനെ കാത്തിരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം കാണാൻ കാത്തിരിക്കുന്നുണ്ടാവാം. അത് ഈ വർഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കരമായ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി പലർക്കും കാണുന്നുണ്ട്. പലർക്ക് ഭയങ്കര അഭിവൃദ്ധിയാണ്. അതായത് 4 ഓഫ് പെന്റിക്കിൾസ്, സണ്ണ്, 9 ഓഫ് കപ്പ്, 9 ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് എർത്ത്, എന്താ പറയാ, എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു അബണ്ടന്റ് ആണ്. അപ്പൊ എംപ്രസ്, ഏസ് ഫെയർ, അങ്ങനെ ഒരുപാട് കാർഡുകൾ കാണുന്നത് ഫുള്ള് ഭയങ്കര അഭിവൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപാട് സാമ്പത്തികം വരികയാണ്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അഭിവൃദ്ധിയാണ് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോണേ. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഭയങ്കരമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയാണ്. ഭയങ്കര അഭിവൃദ്ധിയാണ് യൂണിവേഴ്സ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം നിങ്ങൾക്ക് തരാൻ പോണേ ഈ ഒരു വർഷം. വളരെയധികം നിങ്ങൾ സാമ്പത്തികത്തിനായി വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, കഠിനാധ്വാനം ചെയ്യുന്നു. അപ്പൊ അതിന് ആ ഒരു റിസൾട്ട് ലഭിക്കാൻ പോവാണ് നിങ്ങൾക്ക്.
ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. ചില വ്യക്തികൾക്ക് വിദേശത്ത് പോകാനായിട്ട് ലെറ്റർ കാത്തിരിക്കുന്നുണ്ടാവാം, വിസ കാത്തിരിക്കുന്നുണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ പഠിക്കാൻ പോകേണ്ടവർക്ക് അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്ന നിങ്ങൾക്ക് വിസയ്ക്കും ഒക്കെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓഫർ ലെറ്ററിന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോണിന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അത് കുട്ടികളാണെങ്കിൽ വിദേശത്ത് പോകാൻ വേണ്ടി ബാങ്കുകളിലൊക്കെ ലോണിന് അപേക്ഷിച്ച് ലോണിന് കാത്തിരിക്കാനുണ്ടെങ്കിൽ, ഏത് കാര്യത്തിനായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലെറ്റർ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ ആ ഒരു കാര്യം ലഭിക്കാൻ പോകുന്നുണ്ട്. ഇനി നിങ്ങൾ എന്തെങ്കിലും ലോൺ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ബാങ്കിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആരിൽ നിന്നെങ്കിലും ഒരു സഹായം പല കാര്യങ്ങൾക്കായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി കേസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾ കേസിലോ ഏതെങ്കിലും രീതിയിൽ ഇനി വീട് ജപ്തിയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്യോ അങ്ങനെ അതിനായിട്ട് പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ തേടി വരാൻ പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ഈ ഒരു വർഷം നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും മാനസികമായിട്ടുള്ള വേദനകളുടെയും അപമാനത്തിലൂടെയൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒരു വർഷം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നിങ്ങൾക്ക് ചിന്തിക്കുന്നതിലും അപ്പുറം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സമ്പത്ത്. അതാണ് എനിക്കിവിടെ കാണുന്നത്. വെറുതെ പറയുന്നതല്ല. 9 ഓഫ് കപ്പ്, സണ്ണ്, 4 ഓഫ് പെന്റിക്കിൾസ്, അബണ്ടൻസ്. അതുകൊണ്ട് ഏസ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ അബണ്ടൻസ് ആണ്. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ പോലും വിചാരിക്കാത്ത ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളെ തേടി വരാൻ പോണത്. പിന്നെ എംപ്രസ് എന്ന് പറയുമ്പോൾ അബണ്ടന്റ് ആണ്. അപ്പൊ 2 കപ്പ്, ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ഒരു മാരേജോട് കൂടിയാവാം നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് പോകണം. അതായത് നിങ്ങൾ ചേരേണ്ട 2 വ്യക്തികൾ തമ്മിൽ കൂടി ചേരുക, 2 വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു കൂടിൽ ചേരലിലൂടെ നിങ്ങളുടെ 2 പേരുടെ ലൈഫിലേക്ക് നിങ്ങൾ അബണ്ടന്റ് വരുന്നുണ്ട്. അതായത് നിങ്ങൾ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന 2 വ്യക്തികളാണ്. അത് നിങ്ങൾ കൂടി ചേരണമെന്ന് യൂണിവേഴ്സിന്റെ തീരുമാനമാണ്. ആ 2 വ്യക്തികൾ തമ്മിൽ കണക്റ്റഡ് ആവുന്നതോടെ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് അബണ്ടന്റ് ആയി മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ്, ഒരു പക്ഷെ 2 ഫ്രണ്ട്സ് ആവാം, 2 ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ ചേരേണ്ട 2 ലവേഴ്സ് ആവാം. ആ വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരാൻ പോവാണ് ഈ ഒരു അടുത്ത ഒരു വർഷം, അടുത്ത ഒരു വർഷക്കാലം കൂടിച്ചേരാൻ പോകുന്നു. അതോടുകൂടി ഭയങ്കരമായിട്ട് അബണ്ടന്റ് ആണ് കാണുന്നത്. ഇവിടെ ചിലര് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏൺ ചെയ്യുന്ന ലേഡീസിനെ കാണുന്നുണ്ട്. വളരെയധികം അവരുടെ ലൈഫിനെ അവർ സ്നേഹിക്കുന്നു, അവരുടെ പാഷനെ, അവരുടെ കരിയറിനെ ഒരു പാഷനായി കണ്ട് സ്നേഹിച്ച് വളരെയധികം മുന്നോട്ടേക്ക് ആ ഒരു എന്താ പറയുക ലൈഫ് വളരെ ഒരു സക്സസ് ഫോക്കസ് ചെയ്ത് ഒരു ലക്ഷ്യം അവർക്കുണ്ട്. ആ ഒരു ലക്ഷ്യം ഫോക്കസ് ചെയ്ത് അവർ മുന്നോട്ടേക്ക് പോകുന്നു. അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യത്തിൽ എത്തുന്നതിന്റെ സന്തോഷം അനുഭവിക്കാൻ പോവാണ്. സമ്പത്തൊക്കെ ഒഴുകി വരാൻ പോവാണ്. 9 ഓഫ് കപ്പ് കണ്ടോ, സമ്പത്തൊക്കെ ഒഴുകി വരാമാണ്. പെട്ടിക്കകത്ത് നിറയെ നിധിയാണ്. ആർക്കൊക്കെ നിധി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു വർഷം നിധി ലഭിക്കുന്നുണ്ട്. അതായത് ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും വഴിയിലൂടെ നിങ്ങൾക്ക് ഒരുപക്ഷെ വലിയ എമൗണ്ടുകൾ ലഭിക്കാനുണ്ട്. ഏതെങ്കിലും വഴിയിലൂടെ ലഭിക്കാനും കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ വരുന്നുണ്ട്. ഏതൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ലേഡീസ് അവർക്ക് ഏതോ വഴിയിലൂടെയൊക്കെയുള്ള ഒരുപാട് സഹായങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികത്തിന് വളരെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾ അതിനായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു, മാനിഫെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ലഭിക്കാൻ പോകുന്നത് അറിയില്ല. ചിലരുടെ വരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അധികമായിട്ടാണ് വരാൻ പോകുന്നത്. സമ്പത്ത് വരും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം ലഭിക്കാൻ പോകുന്ന വീട്, വസ്തുവകകൾ, കാറ്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകും. നിങ്ങളുടെ കുട്ടികൾക്ക് വിദേശത്ത് പഠനം, കുട്ടികൾക്ക് വിദേശത്ത് പഠിക്കാൻ വിടാൻ കഴിവില്ലാതെ നിങ്ങൾ വിഷമത്തോടെ കാത്തിരിക്കുക, നിങ്ങളുടെ കടങ്ങൾ വീട്ടാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം, ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന ദൈവം വഴികൾ ഉണ്ടാക്കാൻ പോകണം. തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് വിദേശത്ത് പോകാൻ, തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികളെ വിദേശത്ത് പോകാനായിട്ട് ഒരുക്കി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡി ആവാൻ പോവുകയാണ് ഈ അടുത്ത ഒരു വർഷം.
ഉറപ്പായിട്ടും നിങ്ങളും നിങ്ങളുടെ കുട്ടികൾക്കും ഉറപ്പായിട്ട് നിങ്ങൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിദേശത്ത് ജോലിക്ക് പോവാം, ഫാമിലിയായിട്ട് പോകേണ്ടവർക്ക് അതിന് പോവാം. കുട്ടികളെ വിടാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. അടുത്ത 1 വർഷം നിങ്ങൾക്കറിയില്ല, ഭയങ്കര അഭിവൃദ്ധി അല്ലെങ്കിൽ സന്തോഷം, ഭയങ്കരമായ അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരികയാണ്. വിഷുഫലം അടിപൊളിയാണ് തീർച്ചയായിട്ടും. പലർക്കും, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, ആർക്കൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ഒരുപാട് വിഷമിക്കുന്നുണ്ട് പലരും, കുട്ടികളെ വിദേശത്ത് വിടാൻ ലോൺ എടുത്തും ഇനി അഥവാ വീടൊന്നും ഇല്ലാത്തവർക്കാണ് ലോൺ ലഭിക്കില്ല അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ഏജൻസികളെ പറ്റിച്ചിട്ടുണ്ട്, അത് ഇനി എങ്ങനെ കൊടുത്ത പൈസ ഏജൻസികളെ പറ്റിച്ചവരുണ്ട്, അപ്പൊ ഇനി എങ്ങനെ വിടും, ഇനി ഇവിടുന്ന് ക്യാഷ് ഉണ്ട്, അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് വഴികൾ തുറക്കുകയാണ്. പല വഴിയിലൂടെ തുറക്കണം. ഇനി വിദേശത്ത് പോയിട്ട് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ നല്ല ജോലി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ കഷ്ടപ്പെട്ടതിനൊക്കെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കും, നല്ല രീതിയിൽ സാമ്പത്തികം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും യൂണിവേഴ്സ് തരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ മാനിഫെസ്റ്റേഷനും നിങ്ങളുടെ സഹനത്തിനും റിസൾട്ട് ലഭിക്കാൻ പോവുകയാണ്. ഒരുപാട് നാളായി നിങ്ങൾ സഹിച്ചിരിക്കുന്നതാണ്, പല കാര്യങ്ങളും സഹിച്ചിരിക്കുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. വളരെ സ്പീഡിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ഈ മൂൺ എനർജി കാണുന്നുണ്ട്. സങ്കടങ്ങളിലൂടെയും ഇടയ്ക്കിടയ്ക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും മാറി മാറി വരുന്നുണ്ട്. ചിലരാണെങ്കിൽ ഇപ്പോൾ പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് പോകുമോ, എന്തൊക്കെയോ നഷ്ടപ്പെട്ടിട്ട് വിഷമിച്ചിരിക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട, സ്ട്രോങ് ആയിട്ടിരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക, അതിനെ ആഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. നിങ്ങൾ അതിനുവേണ്ടി വെറുതെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഒന്നും ലഭിക്കില്ല. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ബാക്കി യൂണിവേഴ്സ് ചെയ്തോളും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നത് എന്തായാലും അത് 100% നിങ്ങൾക്ക് കിട്ടേണ്ടതാണെങ്കിൽ, അതായത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണം കേട്ടോ. അപ്പൊ നല്ലതായിട്ടുള്ള അല്ലെങ്കിൽ 100% സത്യസന്ധമായ കാര്യമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശക്തമായിട്ട് ആഗ്രഹിച്ചാൽ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിലും വിചാരിക്കും ഒരു സാധ്യതയില്ലാതെ കിട്ടാൻ, ഒരു ആഗ്രഹിച്ചിട്ട് യാതൊരു അങ്ങനെയല്ല. നിങ്ങൾ ആഗ്രഹിക്കുക, ശക്തമായിട്ട് ആഗ്രഹിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും ബാക്കി യൂണിവേഴ്സ് ചെയ്തോളും. അതിന് വേണ്ടുന്ന വ്യക്തികളെയും സാഹചര്യങ്ങളെയും യൂണിവേഴ്സ് കൊണ്ടുവരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യക്തികളും സാഹചര്യങ്ങളും എത്തും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും അതിന് വേണ്ടുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ദൈവം കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെയാണ് എനിക്കിവിടെ കാണുന്നത്. എന്തായാലും വിഷുഫലം അടിപൊളിയായിട്ടാണ് എനിക്ക് കാണുന്നത്. ഇപ്പം പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക, സന്തോഷമായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരാൻ പോകുന്നുണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, പഠിക്കാൻ തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോകാൻ വേണ്ടി പല കാര്യങ്ങളും പഠിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അതിനൊക്കെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കും. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട്, ഇപ്പം എന്തെങ്കിലും എക്സാം എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടിരിക്കാം, സന്തോഷമായിട്ടിരിക്കാം. ഇതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ പൊതുവായിട്ടുള്ളൊരു ഫലമായിട്ടാണ് പറഞ്ഞത്. ടൈം വളരെ കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി കഴിഞ്ഞതൊന്നും എന്തായാലും നിങ്ങൾക്ക് ഇപ്പം ലൈഫിലേക്ക് തിരിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആ സങ്കടങ്ങളൊന്നും ഓർത്തിപ്പോഴിരിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇനി എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, പ്രസന്റിൽ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഫ്യൂച്ചറിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക, ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുക. അപ്പൊ അങ്ങനെ അതിനായിട്ട് നിങ്ങൾ ഇരിക്കുക, പാസ്റ്റിനെ വിട്ടേക്കുക കേട്ടോ. അപ്പൊ സന്തോഷമായിട്ടും പോസിറ്റീവായിട്ടും എപ്പോഴും ഇരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക കേട്ടോ. വിഷു ആഘോഷിക്കുക. എന്തൊക്കെ സങ്കടങ്ങൾ ഉണ്ടെന്ന് വെച്ചാലും സന്തോഷമായിട്ട് വിഷുവിന്റെ ദിവസം നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് വിഷു ആഘോഷിക്കുക. വിഷുക്കടിയൊക്കെ വെക്കുക കേട്ടോ, വെക്കുക. അപ്പോ
എല്ലാവരോടും എനിക്ക് ഇതാണ് പറയാനുള്ളത്. സന്തോഷമായിട്ടിരിക്കാം. അപ്പോൾ എൻ്റെ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.